ഞങ്ങൾക്ക് ഇങ്ങനെ എടുക്കാനായി താല്പര്യം. നമ്മൾ പ്രൊഫഷണൽസ് ആണ്, കില്ലേഴ്സ്. കില്ലർ ഇനി അധികം എന്റെ അല്ലോട്ടാ. എന്റെ ID 2120. കഴയോ ഒരു കഴയോ ഒരു മിഴിയഴക് മിഴിയും രാധ പൊഴിയഴക് പൊഴിയും രാധ കണ്ണന്റെ മനസ്സിൽ വന്നിരുന്നവൾ നീലക്കറമ്പിൻചോട്ടിൽ നീരുന്നോ ഞാനലഞ്ഞോ ഓടക്കുഴലെടുത്ത് ഇങ്ങനെ എടുക്കല്ലേ, പള്ളി എടുക്കാൻ പറഞ്ഞ ഇങ്ങനെ എടുക്കല്ലേ. മിഴിയഴകു നിറയും രാധ പൊഴിയും രാധ കണ്ണന്റെ കയ്യിലില്ലല്ലോ. കൊരകന്മാരോ പിന്നാലെയുണ്ട്. ചെയ്യും നമ്മളെ ഗാഗിലും ഇല്ലല്ലോ, തിരിച്ചടിക്കാനോ ഞങ്ങൾ ഗാഗിലും ഇല്ലല്ലോ. വണ്ടിയുടെ പെട്രോൾ ഇപ്പൊ തീരുമല്ലിയ, വണ്ടിയുടെ തീരുമല്ലിയ. അയ്യോ അയ്യോ വട്ടത്തിലും ത്രികോണത്തിലും കാലുപിടിച്ച പ്രശ്നം അടിക്കാൻ തുടങ്ങി. പ്രൊഫഷണൽ ഡ്രൈവിംഗ്. ഡ്രൈവിംഗ് സ്കില്ലാണ് അറ്റാച്ച്. ഡ്രൈവിംഗ് സ്കില്ല് നമുക്കിനി ഒളിച്ചിരുന്നിട്ടേ വല്ലപ്പോ വെറ്റടിച്ച് അവരെ തന്നയില്ലെന്ന് പറഞ്ഞേ ലൈവില്. നമുക്ക് ഇതുവരെ വണ്ടി മാറ്റിയല്ല, ഇവിടെ നേരെ കേട്ടോ. 20 വണ്ടിയും അതിനൊത്ത മണ്ണന്മാരും. 100 കുറച്ചേമ്പത്തേക്ക് അവരെ ഹെലികോപ്റ്റർ വരും കേട്ടാ. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാം. ഓർമ്മയിലേക്ക് മാറ്. ഞാൻ താഴെ പോയിട്ട് ഞാൻ താഴത്തെ റോഡിൽ പോയി എടുക്കാം. താഴെ റോഡ് ഹോസ്റ്റേജ് പെടുത്തിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് മരിക്കേണ്ടിരുന്നേ ഉള്ളൂ. ഒന്നാം ഞാൻ തന്തയില്ലെന്ന് പറഞ്ഞു. എടാ എവന്റെ അടുത്ത് വണ്ടി വിളിക്കാൻ പറ, അവന്റെ അടുത്ത് വണ്ടി വിളിക്കാൻ പറ. ഒരു മിനിറ്റ്. കൊടുക്കാം. ഇനി അവര് ആരെന്ന് പറഞ്ഞു വരും. കാട്ടി കയറി കേട്ടാ. ആ ഫോൺ തരാം. സത്യം പറയാ നീ സാറുള്ളല്ലേ, ഇപ്പൊ ഫോൺ എടുത്തോളൂ. ലൊക്കേഷൻ ചെയ്യും കേട്ടാ. ഐഡി പറ. 271. നമ്മളൊക്കെ തുണി മാറ്റിയാലും പോരെ. ആ മോളിൽ അവിടെ വണ്ടി ഇരിക്കുന്നത് അവർക്ക് കണ്ടോണ്ട് കാണാം. നമ്മളവിടെ ഇട്ടിട്ട് വന്നു മനസ്സിലാവും. ഇല്ല മനസ്സിലാവുള്ളൂ. നമ്മൾ റോഡിന്റെ അപ്പുറത്തേക്കല്ലേ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കില്ല അവരെന്തിരിയാണെന്ന് മണ്ടന്മാര്.
അപ്പൊ ഇതിലോട്ട് DCP വിളിച്ചിട്ട് ഹലോ ഹലോ എന്ന് പറയും, നമ്മള് സംസാരിക്കേണ്ടി വരും. അപ്പൊ decent ആയിട്ട് അപ്പൊ സംസാരിക്കണം. ടീച്ചറിട്ട് ഹലോ എന്ത് പറ്റി ബ്രോ കുഴപ്പം വണ്ടിയാണല്ല. നീ ഏതോ വലിയ ഫാമിലി ഉള്ള എന്തോന്ന്? ഏത് ഫാമിലി ഉള്ള വണ്ടി എടുത്ത് ചോളപ്പാനല്ലേ? ഏതാ കാലാപ്പൻ. കരാപ്പൻ. ഓ ഗ്യാങ്ങുള്ള അപ്പൊ നിന്നെ തൊട്ടാ സീനാവുമല്ലോ. ഇന്നത്തെ സീനാണോ? സീനാവോ? എടാ നമുക്കിന്നെ ഫ്രണ്ട്ലി രീതിയിൽ നമുക്കിന്നെ ഹോസ്റ്റേജാ. അത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ എല്ലാം ഉണ്ട്. 2 ഗ്യാങ് 2 സിറ്റ് മിക്സഡ് ആണ് ഇപ്പൊ ഈ വണ്ടിക്കകത്ത്. തൊട്ടടിയാണ്. പൊട്ടന്മാരാട്ടോ, വണ്ടി ഓടിക്കാറില്ല ഇവിടെ വരുന്നത്. ഗ്യാങ് വണ്ടി ഉണ്ടായിട്ട് അയ്യ, അതും അത്ര സ്പീഡ് ഉണ്ടായിട്ട് എടുത്തില്ല. ശ്രദ്ധിച്ചാ അവർക്ക് ഓടി അവര് വന്ന് ഫിറ്റിങ് ആയത് അവന്മാരെ വണ്ടി തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇടിച്ചാൽ മതി. മനസ്സിലായ? ഇനി പ്രശ്നം എന്ന് പറയട്ടാ, മറ്റേ വണ്ടിയില്ലേ ആ വണ്ടി മേടിക്കൂലേ. അയ്യോ ഇനി ആ വണ്ടി എപ്പോ അടിക്കാതിരിക്കാൻ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ പോകാൻ അടിച്ചിട്ടാണ് മിക്കവാറും. ഇപ്പൊ 2 ഗ്യാങ്ങായിട്ട് അടിയാൻ കേട്ടോ. അവന്മാരേതോ ഗ്യാങ്ങാന്നാ തോന്നണ എനിക്ക്. ഞങ്ങൾക്ക് ഭയങ്കര രീതി ഇങ്ങനെ ബഹുമാനിക്കാൻ പറ്റിയൊരു ഹോസ്റ്റേജാണ് താങ്കൾ. സാധാരണ സമയത്തൊക്കെ വണ്ടി ചാടി രക്ഷപ്പെടണേന്റെ ഞങ്ങളെ കൂടെ തന്നെ നിന്നില്ല. നമുക്ക് മറ്റേ നമ്മുടെ അവിടുത്തെ എടാ നമ്മുടെ ഗ്യാങ്സിന്റെ അടുത്തുള്ള അവിടെ ആ ഷോപ്പിൽ പോയാലാ? ചന്ദ്രനോടെ എന്റെ അടുത്താ. എവിടെയോ ഒരു ഇത് കാണാനില്ല പ്രസൻസ്. ചന്ദ്രന്റെ വണ്ടിയല്ലേ അത്? EMS വണ്ടി. അതിനൊക്കെ EMS എടുത്തോണ്ട് പോയി. സുമേഷ് ഉമ്മന്ന് സുമേഷ് ഉമ്മിട്ട് പൊളിഞ്ഞ് സുമേഷിന് പൊളിഞ്ഞ്. സുമേഷിന് വേറെ ഒരു വഴിയില്ല. സുമേഷ് അപ്പിയായി. അപ്പി സുമേഷ്. മണ്ടന്മാര് സുമേഷ് അവൻ തീർച്ചയായും ഇവന്മാരെങ്ങനെ ഇവിടെ പറഞ്ഞു? ഇവന്മാരെന്തിന് ഇവിടെ പറഞ്ഞു? ആലോചിച്ച് നോക്കടാ. ഇവരെന്തിന് ഇവിടെ പറഞ്ഞു? അങ്ങോട്ടൊന്ന് പോയേ, റോഡിലോട്ടൊന്ന് പോയേ. ഇവന്മാരെന്ത് ചെയ്യണം നോക്കട്ടെ. തട്ടിയിട്ട് പേര് വയ്ക്കും കേട്ടോ. നമുക്ക് ഇവിടെ നിർത്താം. സൈഡ് നിർത്താം. ഈ കടയുടെ പറഞ്ഞു നീ ഒന്ന് ഗ്രാമത്തിന്റെ അടുത്തോട്ട് നിർത്തിയേ. പെട്രോൾ ഇല്ല ചന്ദ്ര. വെയിറ്റ്, ഞാൻ പെട്രോൾ അടിക്കട്ടെ. നിങ്ങൾ ആരും വണ്ടി നോക്കല്ലേ. അയ്യോ എന്റെ ഫോണൊക്കെ വരുന്നു. നിന്നെ മനസ്സിലാവൂലേ? നിന്റെ ഡ്രസ് കണ്ടാ? നീ അവിടെ നിന്ന് വണ്ടിക്കകത്ത് തന്നെ ആയിരുന്നാ? എന്റെ ഹെഡ്ഫോൺ ഓഫ് ആയടേ. എന്നെ മനസ്സിലായപ്പോ അവരങ്ങനെ പോവാ. അപ്പൊ നീ വണ്ടിക്കകത്ത് തന്നെ ആയിരുന്നു. മാസേട്ട മനസ്സിലായി. കീപ്പ് ചെയ്യണോ? നിന്റെ വീടിന്റെ ഇനാഗ്രേഷൻ അല്ലേ ഇന്ന്? അല്ലല്ല ഞാൻ KP കാലാപ്പൻ. ഇല്ല അമര് പോയി. നീ തിരിഞ്ഞു. ഞാൻ എങ്ങോട്ട് സ്റ്റോറിലേക്ക് പോലെ